ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ കണ്ണിലേക്ക് പൊടി അടിക്കുക എന്നുള്ളത്. അതായത് ചെറിയൊരു പൊടി പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. നോർമൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ വെൽഡിംഗ് വർക്കേഴ്സിനൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് തെറിക്കുന്ന പൊടി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കങ്ങനെ അതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. നമ്മൾ നോർമലി ഈ വെൽഡിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു സേഫ്റ്റി ഗോഗിൾസ് എന്തായാലും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളിത് യൂസ് ചെയ്യാറില്ല. ഈ ഒരു വെൽഡിങ്ങിന്റെ സമയത്ത് വരുന്ന പൊടി നോർമൽ ഒരു പൊടി പോലെ ആയിരിക്കില്ല. ഇത് മെറ്റൽ പാർട്ടാണ്. പോരാത്തതിന് ഇത് ഹീറ്റ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. അതായത് ചൂടോടുകൂടിയാണ് വണ്ടിൽ വന്നിട്ട് തറക്കുന്നത്. അത് അവിടെ നമുക്ക് അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. പലപ്പോഴും നമ്മൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള വെൽഡേഴ്സ് കാര്യങ്ങളൊക്കെ അതൊരു പുതിയ 10ന്റെ നോട്ട് 20ന്റെ നോട്ടൊക്കെ വെച്ച് റിമൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതിൽ 1000 അറ്റംപ്റ്റിൽ ഫെയിൽ ആയാലും മാത്രമേ ക്ലിനിക്കിലേക്കൊക്കെ പോകാറുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മളെ കണ്ണിന് കൂടുതൽ സ്കാർ, അതായത് മുറിവ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡെയിലി, അതായത് പലപ്പോഴായിട്ട് ഇത് തറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതും നമ്മളെ കണ്ണിനെ ഫ്യൂച്ചറിൽ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ടാകും. എപ്പോഴും നമ്മളിത് സേഫ്റ്റി ഗൂഗിൾസ് എപ്പോഴും യൂസ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഒരു പൊടി അടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അതൊരു റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും 1-2 ദിവസം വെച്ചിട്ട് അത് നോർമലി പോവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. ഈ തെറിക്കുന്നത് ചെറിയ പൊടിയാണെങ്കിൽ പോലും അത് കണ്ണിനകത്ത് നിന്ന് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. തുരുമ്പെടുത്തിട്ട് അതിന്റെ പൗഡേഴ്സ് കണ്ണിൽ മുഴുവൻ ആവാനും അത് നമ്മളെ വിഷൻ ലോസ് വരെ ലീഡ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തൊരു വർക്ക് ചെയ്യുന്ന സമയത്തും സേഫ്റ്റി ഗോഗിൾസ് നമ്മൾ യൂസ് ചെയ്യുക.